ചിലയിടങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് ഇറങ്ങി വരേണ്ടത്, അല്ലെങ്കിൽ ഒരു ബന്ധം വിട്ടുപോകേണ്ട സമയം എപ്പോഴാണ്? ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും അതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്. പഠനങ്ങൾ പറയുന്നത് നമ്മുടെ സ്ട്രെസ് അഡിക്ഷൻ നമ്മളൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അൺഹെൽത്തി പാറ്റേണിൽ തന്നെ സ്റ്റക്കായിട്ട് നിർത്താൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു സ്ട്രെസ് നോർമലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇന്റൻസ് ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ കുറെ സോറി പറച്ചിൽ, ചില സമയങ്ങളിലൊക്കെ നല്ല ഗുഡ് മൊമെന്റ്സ് ഉണ്ടാകും. ഇതൊരു സൈക്കിളായിട്ട് മാറുകയും ഇവിടെ തന്നെ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയുമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ റിലേഷൻഷിപ്പ് എപ്പോഴും നമുക്കൊരു സ്ട്രെയിൻ ഫീൽ കൊണ്ടുവരുന്നുണ്ട്. അതിലൊരു സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. വീണ്ടും വീണ്ടും കോംപ്രമൈസ് ചെയ്ത് നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ട് എങ്കിൽ അതൊരു വാർണിംഗ് സൈൻ ആണെന്ന് മനസ്സിലാക്കി ചില ഇടങ്ങളിൽ നിന്ന് എത്ര ബുദ്ധിമുട്ടിയാലും ഇറങ്ങി വരാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഒരു ഗ്രോത്ത് കൊണ്ടുവരുന്ന ഒന്നായിരിക്കണം എന്നുള്ളതാണ്. അതല്ല എങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലെറ്റിംഗ് ഗോ എന്നതർത്ഥം നമ്മൾ തോറ്റുപോയി എന്നുള്ളതല്ല. നമ്മൾ നമ്മളെ തന്നെ വാല്യൂ ചെയ്യുന്നത് കൊണ്ടിട്ട് ഈ ഒരു സമയത്ത് നമ്മളെ വീണ്ടെടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളത്.